പൂക്കളം റെഡിയായി. ഇവിടുത്തെ ഇൻമേറ്റ്സിന്റെ രണ്ടുപേരുണ്ട്. പേരെന്താണ്? റോക്കി, അപ്പോ നമ്മളിപ്പോ നിൽക്കുന്നത് പെൺവീട്ടിലാണ്. പെൺവീട് ഇവിടെ ഏകദേശം എത്ര ആളുണ്ടാവും? 65 പേരുണ്ട്. 100 പേരാണ്. ഹേമയാണ് ഇതിന്റെ എല്ലാം. പെൺവീട്ടിന്റെ അധിപയാണ് എന്റെ അരികിൽ നിൽക്കുന്ന ഹേമ. അപ്പൊ നമ്മൾ കുറച്ചുപേരൊക്കെ പരിചയപ്പെട്ടു. ഏകദേശം എത്ര? 65ഓളം. നമ്മൾ പെൺവീട് തുടങ്ങിയിട്ട് കുറച്ചാണല്ലേ ഉള്ളൂ? ഒരു വർഷം. ഓഗസ്റ്റ് 23 ഒരു വർഷം. ഓഗസ്റ്റ് 23 ഒരു വർഷമാകുന്നുണ്ട്. പിന്നെ നമുക്ക് കേരളത്തിൽ തന്നെ ISO സർട്ടിഫിക്കേഷനുള്ള ഏക അല്ലേ ഹോസ്റ്റലാണ്. നമ്മുടെ പേരെന്താണ്? സുശീല. എന്റെ ഹസ്ബൻഡ് അമ്മ, ബിനോയുടെ അമ്മ. ഓക്കെ. അപ്പൊ അമ്മയെ പരിചയപ്പെട്ടതിൽ സന്തോഷം. പിന്നെ അപ്പൊ പണ്ട് നമുക്ക് 28 ഓണമില്ലായിരുന്നു. ഇപ്പോഴും ഉണ്ട് 28 ഓണം. പക്ഷെ ആഘോഷിക്കാൻ സമയമില്ല എല്ലാവർക്കും. എല്ലാം ഇൻസ്റ്റന്റ് ആയപ്പോ അല്ലേ. അപ്പൊ എന്റെ ഓണം എത്തവണ എന്തായാലും കുശാലായി. ഒരു 10-20 സുന്ദരികളോടൊപ്പം ഞാൻ. ഇനിയിപ്പോ നമുക്ക് ഓരോരുത്തരും പരിചയപ്പെട്ടു. നമുക്ക് എന്തൊക്കെയാണ് നമുക്കിവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്? മറ്റ് പ്രോഗ്രാംസ്, ഫുഡ് എന്തായാലും കാണും. നമ്മുടെ ഓണസദ്യ ഉണ്ട് നമുക്ക് കഴിക്കാനുള്ളത്. പ്രിയപ്പെട്ട കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് സമ്മാനിക്കാനായിട്ട് എന്തെങ്കിലും വിഭവങ്ങൾ നമ്മുടേതായ പെൺവീടിന്റെ വകയായിട്ട് ഉണ്ട്. പനീർ പായസം നമ്മളൊന്ന് ചെയ്യും. ഇന്ന് ഓണം മൊത്തം പായസത്തിലാണ്. മിത്രാനികേതനിലും നമ്മുടെ 1-2 ഡിഫറന്റ് ആയിട്ടുള്ള പായസം കണ്ടു കഴിഞ്ഞു. ഇനിയിപ്പോ ഓണം കഴിഞ്ഞുള്ള ദിവസങ്ങളാണ് ഇപ്പോ. അപ്പൊ ആ ദിവസങ്ങളിൽ നമുക്ക് പനീർ പായസം. തിരുവാവണിരാവ് മനസ്സാകെ നിലാവ് മലയാള. ഞാൻ പഠിക്കുന്ന സമയത്ത് SSLCക്ക് പഠിക്കുന്ന സമയത്ത് ഓണം കേരള കേക്ക് വിശേഷ त्योहार है, ये श्रावण महीने में आता है, ഓണം കേക്കിൽ ലോക खुशियां मनाता है. കുറച്ച് ഇങ്ങനെ കവർ ചെയ്യുന്നുള്ളൂ. ബാക്കി എല്ലാവരും വരുന്നുള്ളൂ. നമുക്ക് ഓണപ്പാട്ട് തുടങ്ങാം. അപ്പോ നിങ്ങളെല്ലാം ബാങ്ക് കോച്ചിങ്ങിന് പ്രിപ്പയർ ചെയ്യുന്നവരാണ്. ഈ പെൺവീടിനെ കുറിച്ച് എങ്ങനെയായിരുന്നു നിങ്ങള്? ഞങ്ങളുടെ ഫ്രണ്ട്സ് നേരത്തെ ഇവിടെ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു താമസിക്കാനായിട്ട്. അപ്പൊ ഞങ്ങൾക്ക് മനസ്സിലായി നല്ല ഹോസ്റ്റലാണ്, നല്ലൊരു ആംബിയൻസ് ഉണ്ട്, നല്ല ഫുഡും നല്ല കെയറിംഗ് ആണ്. അപ്പൊ അത് അറിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങളെല്ലാം ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തു. ഇവിടെ വന്നതിന് ശേഷമാണോ കുറച്ച് തടിച്ചത്? ആണോ? അപ്പൊ കുഴപ്പമില്ല. എല്ലാവർക്കും ഇപ്പൊ ഞങ്ങളുടെ വീട്ടിൽ നിന്നും കുട്ടികളൊക്കെ പോകുന്നുണ്ട്. പക്ഷെ അവർക്കൊക്കെ ഈ പറഞ്ഞ പോലെ നല്ല ഫുഡല്ലെന്നാ പറയുന്നത്. അപ്പൊ നല്ല ഫുഡായിരിക്കണം, നല്ല ആംബിയൻസ് ആയിരിക്കണം, നമ്മൾ കെയർ ചെയ്യുന്ന ആൾക്കാരൊക്കെ നന്നായിരിക്കണമെങ്കിൽ മാത്രമേ ആ ഒരു പെൺശക്തി കുറച്ചുകൂടി ശക്തമാവുള്ളൂ. ഓക്കെ. എനിവേ ഇവിടെ ഞാൻ അറിഞ്ഞു ഇവിടുത്തെ ഓരോ ഏരിയയ്ക്കും ഓരോ പേര്, പ്രശസ്തരായ പ്രഗത്ഭരായ വനിതാ രത്നങ്ങളുടെ അല്ലെങ്കിൽ വനിതാ വ്യക്തികളുടെ വനിതകളുടെ പേരുകളാണ് ഇട്ടിട്ടുണ്ടെന്ന് അറിഞ്ഞു. ആരുടെയൊക്കെ പേരാണുള്ളത് ഇവിടെ? ഫ്ലോറൻസ് നൈറ്റിംഗേൽ, സരോജിനി നായിഡു, മൈലമ്മ. ഓ വെരി ഗുഡ്. ഓക്കെ. കിരൺ ബേബി. ഓക്കെ. അപ്പൊ എന്തായാലും നമുക്ക് ഇനിയും ഒരുപാട് കാര്യങ്ങൾ പെൺവീടിനെ കുറിച്ച് മനസ്സിലാക്കാനുണ്ടെങ്കിൽ ഓണം നാളുകൾ വരുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് നല്ലൊരു ഓണപ്പാട്ട് കേൾക്കാം. പരനിറയെ പൊന്നിളക്കും പൗർണമിരാവായി, പടിഞ്ഞാറെ പൂപ്പാടം അഴകിൻ പാൽക്കടലായി. പരനിറയെ പൊന്നിളക്കും പൗർണമിരാവായി, പടിഞ്ഞാറെ പൂപ്പാടം അഴകിൻ പാൽക്കടലായി. നുരയിടുമലയിൽ നമുക്ക് തുഴയാനം വിളിത്തോണി, തുഴഞ്ഞു ചെന്താൽ കുളിച്ചു തൊഴുവാൻ തുമ്പപ്പൂങ്കാവ്. പൂവേ പൊലി പൂവേ പൊലി പൂവേ പൂവേ, പൂവേ പൊലി പൂവേ പൊലി പൂവേ പൂവേ. നല്ല ക്ലാസ്. അപ്പൊ പെൺവീട്ടിൽ വന്നപ്പോ ഇവിടുന്ന് മാനേജ്മെന്റ് പറഞ്ഞേക്കുന്നത് കുട്ടികൾക്ക് ഓണസമ്മാനം കൊടുക്കണമെന്നാണ് പറഞ്ഞത്. അപ്പൊ നോർമലി ഞാൻ വിചാരിച്ചു രസകരമായ ഓണസംബന്ധമായ ചില ചോദ്യങ്ങൾ ചോദിക്കാൻ വിചാരിച്ചു. ചോദിക്കട്ടെ? ആദ്യം നിങ്ങൾ ആർപ്പോ ഇറന്ന് വിളിച്ചേ. കുറച്ചുകൂടെ ഓളിയും. സാറിന് ഇവിടെ നിങ്ങൾ ഇങ്ങനെ വഴക്കം കൂടാറുണ്ടോ? അങ്ങനത്തെ കുട്ടികളൊന്നുമല്ല. നിങ്ങളെല്ലാം നിങ്ങൾ കാണുന്ന പോലെ തന്നെ നല്ല മനസ്സുള്ളവരാണല്ലേ? ഓക്കെ. അപ്പൊ ഒന്നുകൂടെ വിളിച്ചേ. ആർപ്പോ ഉറക്കം വിളിച്ചേ. പെൺവീട്ടിലാണ് ഞാൻ നിൽക്കുന്നത്. ഇവർ താമസിക്കുന്ന റൂമുകളൊക്കെ നമ്മൾ ഞെട്ടിപ്പോ അടിപൊളിയാണ്. കാരണം ഓരോ റൂമിനും വലിയ വലിയ ആൾക്കാരുടെ പേരാ. ഇന്ദിരാഗാന്ധി റൂമിലാരാ താമസിക്കുന്നത്? ഇന്ദിരാഗാന്ധി അവരാരും ഇല്ല. കൽപ്പന ചൗള
ദൈവം, നിങ്ങളൊക്കെ അപ്പൊ ഇവിടെ വന്നിട്ട് നിങ്ങൾ അങ്ങനെയാണ് അറിയപ്പെടുന്നത്, കൽപ്പരാജുള്ളതാണ് അറിയപ്പെടുന്നത്? ഇല്ല. ആ റൂമിന് ഓരോ റൂമിന്റെ പ്രത്യേകത നമുക്കറിയാം. സാധാരണ ഹോസ്റ്റലിലെ പോലെയുള്ള ഭയങ്കര എന്താ പറയുക, വളരെ ക്ലീൻ ആൻഡ് നീറ്റ് ആണല്ലോ ഇവിടെ. ഭയങ്കര രസകരമായ, നല്ല കാഴ്ചയിൽ തന്നെ നല്ല ഭംഗിയുണ്ട്. സാധാരണ കാണുന്ന കുട്ടികൾ വെറുതെങ്കിലും കൊല്ലത്തും താമസിക്കാൻ തോന്നിപ്പോ ഒരു പക്ഷേ. അപ്പൊ എന്തായാലും ഞാൻ ഓണ സംബന്ധിയായ ഒരു ചോദ്യമാണ് ചോദിക്കാൻ പോണത്. ആദ്യത്തെ ചോദ്യം, ഓണം ഏത് മാസത്തിലാണ്? മണ്ട ചോദ്യമായിപ്പോ അല്ലേ? ചിങ്ങമാസത്തിലെന്ന് ഈ അത്തം 10-ന് പൊന്നോണം. ഈ അത്തം മുതൽ തിരുവോണം വരെ കറക്റ്റ് തെറ്റാതെ പറയാൻ ആർക്കറിയാം? അത്തം, ചിത്തിര, ചോതി, വിശാഖം, അഞ്ചം, തൃക്കേട്ട, മൂലം, പൂരാട, ഉത്രാട, തിരുവോണം. ഒന്നുകൂടെ പേര് പറയൂ. അഞ്ചു. വീട് എവിടെയാണ്? ആലപ്പുഴ. ആലപ്പുഴക്കാരി അഞ്ചു, കുട്ടനാടിന്റെ സ്വന്തം അഞ്ചു ഇതാ ഒരു സമ്മാനം മേടിച്ചിട്ട് പോയി. അത് കണ്ടിട്ട് തന്നെ ഹേമ അടുത്ത സമ്മാനം എടുക്കാൻ ഓടിക്കഴിഞ്ഞു. ഇതാ അടുത്ത സമ്മാനം വന്നിട്ടുണ്ട്. ആ കിടലം കിടലം. ഓക്കേനാ? അനക്ക ഓക്കേണ്? ഇപ്പൊ സമ്മാനത്തിന് നോക്കിട്ടോ, അനക്കാത്ത നോക്കണം. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ ഇനി ചിങ്ങം മുതൽ കർക്കിടകം വരെ ആർക്ക് പറയാൻ പറ്റും? ചിങ്ങം, കന്നി, അടിപൊളി, മിടുക്കി, കൊണ്ടുപോകും. നമ്മള് കഴിഞ്ഞ ദിവസം ഞാനൊരു പ്രോഗ്രാമിൽ കണ്ടതാണ്. കണ്ടപ്പോ സങ്കടം വന്നായിരിക്കും. കാരണം എത്ര അടി മണ്ണിന് വേണ്ടിയിട്ടാണ് വാമനൻ മഹാബലി ചവിട്ടി തരുന്നത്? ഒരു പെൺകുട്ടിയുടെ 22 അടിയെന്ന്. എത്ര അടിയാണ്? നിങ്ങൾ മിടിക്കുവാനാ. അടിപൊളി, സന്തോഷമുണ്ട്. അപ്പൊ ഇനി ഞാൻ ചോദിക്കാൻ പോകുന്ന ചോദ്യമാണ്. 2 സമ്മാനം പോയി കഴിഞ്ഞ് ഹേമ 2 സമ്മാനം പോയി. അപ്പൊ ഇനി അടുത്ത ചോദ്യം, മഹാബലിയുടെ ഭാര്യയുടെ പേരെന്താ? മഹാബലി കല്യാണം കഴിച്ചിട്ടുണ്ടായിരുന്നു. അത് മാത്രമല്ല, അതാണ് ഈ ഓണത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാല്, ഓണത്തിന് ഈ പറഞ്ഞ വർഷത്തിലൊരിക്കൽ അദ്ദേഹത്തിന് തന്റെ പ്രജകളെ കാണാൻ പറ്റുന്ന ഒരു അവസരമുണ്ട്. ഒപ്പം തന്റെ ഭാര്യയെ കാണാനൊരു അവസരം കൂടിയാണ്. വർഷത്തിലൊരിക്കലാണ് കാണാൻ പറ്റുന്നത്. ഒരു പർവ്വതത്തിന്റെ പേരുണ്ട്, അറിയില്ല. ബലി, ബലി എന്നൊക്കെ പറയാം. ഇവിടെ പേരെന്താ? മിടുക്കി. ഈ വിളക്ക് തള്ളിയിട്ട് കൊന്നുകളഞ്ഞ ഇത് വെച്ചോണ്ടിരിക്കണ്ട. ഒന്നുകൂടെ പേര് പറയൂ. ചിഞ്ചു. ചിഞ്ചിന്റെ വീട് എവിടെയാ? കോട്ടയത്തോടെ. നാട്ടകം, കടുത്തുരുത്തി. കടുത്തുപോയി. കേട്ടോ, ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ രസമുള്ളൂ. ആർക്കെങ്കിലും അറിയാം മഹാബലിയുടെ ഈ മഹാബലി തന്റെ ഈ പ്രജകളെ കാണാൻ വരുന്നതോടൊപ്പം തന്റെ ഭാര്യയെ കാണാൻ കൂടി കിട്ടുന്ന ഒരു അവസരമാണ്. അപ്പോ ഭാര്യയും നമുക്കൊപ്പം ഈ ലോകമെമ്പാടുമുള്ള മലയാളികൾ എവിടെയൊക്കെ ഉണ്ടോ അവരൊക്കെ മഹാബലിയെ കാത്തിരിക്കുന്നത് പോലെ ഭാര്യയും കാത്തിരിക്കുന്നു എന്നൊരു കോൺസെപ്റ്റ് കൂടി ഇതിനകത്തുണ്ട്. പലരും കേട്ടിട്ടുണ്ടാവില്ല. വിന്ധ്യാവലി. വിന്ധ്യാവലി എന്നാണ് മഹാബലിയുടെ ഭാര്യയുടെ പേര്. അപ്പൊ സമ്മാനം എനിക്ക്. അപ്പൊ ആ ചോദ്യം കഴിഞ്ഞ് നമുക്ക് പാട്ടിലേക്ക് കിടക്കാം. നിരകളാടും ഒരു ഹരിത ചാരുതീരം, പുഴയോരം കളമേളം കവിത പാടും തീരം, കായലലകൾ പുൽകും തണുവലിയുമീറൻ കാറ്റിൻ ഇളഞ്ഞാറിൻ ഇലയാടും കുളിരലാവും നാട്, നിറപൊലിയേകാമെന്നറിയ നേരിന പുതുവിള നേരുന്നോരിനിയ നാടിതാ പാടാ. കുട്ടനാടി നീളം കേര നിരകളാടും ഒരു ഹരിത ചാരുതീരം, പുഴയോരം കളമേളം കവിത പാടും തീരം. ഞാൻ എഴുതിയപ്പോ നിർത്തിയോ പാട്ട്? നിങ്ങളുടെ വരുമാനവും ആസ്തികളും ഇനിയും വെളിപ്പെടുത്തിയില്ലേ? മറക്കണ്ട, സെപ്റ്റംബർ 30 വരെ മാത്രം. ഇൻകം ഡിക്ലറേഷൻ സ്കീം. നിങ്ങൾ രാജ്യത്തിന്റെ ഭാഗമാണ്. നിങ്ങളുടെ നികുതി രാജ്യത്തിന് ആവശ്യമാണ്.
എന്തിനായി വിശക്കൂ? ഈസ്റ്റേൺ, ഇന്ത്യയിലെ നമ്പർ 1 സ്പൈസ് കമ്പനി. തുള്ളി തുള്ളിയായി പൊഴിയവേ, ഉള്ളിൽ തേന്മഴ ഒഴുകവേ, കനവുകൾ മാനം നിറയ 8 കോടി ആളുകൾക്ക് ദിവസവും വീഡിയോകോൺ D2H സന്തോഷക്കുട ചൂടുന്നു. പാട്ട് കഴിഞ്ഞു, ഇനിയിപ്പോ ഒരു പാചകത്തിനുള്ള സമയമായെന്ന് തോന്നുന്നു അല്ലേ? പാചകം ചെയ്താലോ നമുക്ക്? പാചകം നിർത്തി, പാട്ട് നിർത്തി, ഇനി നമുക്ക് പാചകം ചെയ്യാം. പാചകം ചെയ്യുന്ന ആരാണ്? ഓ, ഒരു ബാച്ചുണ്ട് നിങ്ങൾ. ആ, ശരി ശരി ശരി. അപ്പൊ പാചകത്തിനുള്ള സമയമായി. അപ്പൊ ഒന്നാമത്തെ വിഭവം നമ്മൾ ചെയ്യാൻ പോവുകയാണ്. എന്ത് പറയണ്ടല്ലോ, എന്താ പറയണ്ട, വരൂ. ആ, പേരെന്താ? സുഷ്മ. സുഷമ എന്നാണ്? സുഷ്മ എന്നാണ്? സുഷ്മ. എവിടെ സുഷ്മയുടെ നാട്? തൃശ്ശൂര്. സുഷ്മയ്ക്ക് ഓണം എന്ന് പറയുമ്പോ എന്താണ്? മലയാളം നെയ്മാലും. എവിടുന്നാ? ഹൈദരാബാദാ? ആ, അപ്പൊ തെലുങ്കല്ലേ? ആ, എനിക്കറിയാം. महाबली केरला के मगध बड़ा राजा बोलू അറിയാന്നുള്ള ഭാഷയല്ലേ പറഞ്ഞ ഒട്ടും മലയാളമില്ലേ? പൊരിച്ചറിയില്ലേ? അപ്പൊ സുഷ്മ പറയൂ. ഓണം എന്ന് കേൾക്കുമ്പോ ഇപ്പൊ നമ്മുടെ നാട്ടിൽ ഇവിടെ എത്ര നാളായി? 3 years ആണ്. മലയാളം പഠിക്കാൻ 3 വർഷം ധാരാളം. അപ്പം ഓണം എന്താണ്? ഓണം നിൽക്കുമ്പോ ഒരു ഹൈദരാബാദ് എന്നൊരു കുട്ടി സുഷ്മ പറയുന്നത് എന്താണെന്ന് നമുക്ക് അറിയാം. അത്തപ്പൂത്തണം. ട്രഡീഷണൽ സാരി. സദ്യ. തിരുവനന്തപുരക്കളിയല്ല, തിരുവാതിരക്കളി. തിരുവനന്തപുരം കളിയെന്ന് അങ്ങനൊരു കളിയില്ല. വെരി ഗുഡ്. തിരുവാതിരക്കളി. ഇത്രയും പറഞ്ഞല്ലോ മതി. 3 വർഷം കൊണ്ട് 30 വാക്ക് പഠിച്ചു. അപ്പൊ സുഷ്മയുടെ വീട്ടിൽ ആരൊക്കെയുണ്ട്? 2 പെൺകുട്ടികള്. അനിയത്തിയാണോ ചേച്ചിയാണോ? അനിയത്തിയാണ്. അപ്പൊ മലയാളം നന്നായി പറയുന്നുണ്ടല്ലോ. നമ്മൾ കൂടുതൽ മലയാളം പറയിപ്പിക്കുക, എന്നിട്ട് അവർക്ക് അറിയാവുന്ന ഭാഷ ഇല്ലാതാക്കുക. ഇതുപോലെ അന്യഭാഷക്കാർ വേറെ ആരെങ്കിലും ഇവിടെ? ആരാണ്? തമിഴ്. പേരെന്താ? അംബിഷ. അംബീഷ്യസ്. അഭിഷ. ചെന്നൈ, கோயம்புத்தூர், கன்னியாகுமரி. அப்ப தெரியலையா இந்த ஸ்டோரி இல்லாம? மகாபலி ஸ்டோரி கேட்டுலையா? கொஞ்சம் என்ன சொல்லு, கேக்குற. என்ன தெரியும்? எதுக்கு வாமனன் வந்து மகாபலியை தவிட்டு போடுற? சொல்லு. சொல்லிக் கொடுக்கலையா நீங்க யாரும்? പറയൂ. தெரியாதா? ഒരാൾ കറക്റ്റ് ആയിട്ട് പറഞ്ഞത്. മഹാബലി ഭയങ്കര ദാനശീലനായിട്ടുള്ള രാജാവായിരുന്നു. വാമനൻ വന്ന് 3 അടി മണ്ണ് വേണമെന്ന് ചോദിച്ചു. അപ്പം വാമനൻ ചെറിയ രൂപത്തിലാണ് വന്നത്. അപ്പൊ അളക്കാൻ തുടങ്ങിയപ്പോ വാമനൻ വലിയ രൂപത്തിലായി. അപ്പം ആദ്യത്തെ 2 അടിയില് ഭൂമി ആകാശം ഫുൾ അളന്നു. ഇന്നത്തെ ബാക്കി ഇല്ലാതായപ്പോ മഹാബലി തല കുനിച്ചു കൊടുത്തു. അപ്പൊ തലയിലോട്ട് ആദര വന്നു. കാര്യം മനസ്സിലാക്കിയ ആൾക്ക് മനസ്സിലായല്ലോ. ഇപ്പോ ഇത്രയുള്ളൂ. മഹാബലി തമ്പുരാൻ വളരെ ദാനശീലനും വളരെ പേരുകെട്ട ആളുമായിരുന്നു. അപ്പൊ ദേവലോകങ്ങൾക്ക് പോലും അന്തം വിട്ടു. കാരണം ഇത്രയും വലിയ ഒരാളെന്ന ദേവകൾക്ക് ഒരു വിലയില്ലാതായി പോലെന്ന് കണ്ടിട്ടാണ് വാമന അവതാരം എടുത്തിട്ട് ഭഗവാൻ പെടുന്നത്. എത്രാമത്തെ അവതാരമാണ് വാമനൻ? അവിടെ സമ്മാനം എടുത്തോളൂ. വാമനൻ എത്രാമത്തെ അവതാരം? ഒരാൾ കൃത്യമായിട്ട് പറഞ്ഞ ഏതൊക്കെ അവതാരങ്ങൾ? വരാഹം, നരസിംഹം, വാമനൻ, ശ്രീരാമൻ, ശ്രീകൃഷ്ണൻ, ബലരാമൻ, ശ്രീരാമൻ, ശ്രീകൃഷ്ണൻ, മത്സ്യം, കൂർമ്മം, വരാഹം, നരസിംഹം, വാമനൻ, ബലരാമൻ, ശ്രീരാമൻ, ശ്രീകൃഷ്ണൻ, ബലരാമല്ല പരശുരാമൻ, ശ്രീരാമൻ, ശ്രീകൃഷ്ണൻ, ബലരാമൻ, കൽക്കി.
എന്റെ ദൈവമേ, ഇത് ഇടിഞ്ഞങ്ങ് വീണ് പോട്ട്. അനക്കെ അല്ലേ? അനക്കടെ ഇവിടെ എവിടെയാ? ആലപ്പുഴക്കാരെ പറയിപ്പിക്കും. അല്ല, മത്സ്യക്കൂർമ്മ വരാഹച്ച നരസിംഹച്ച വാമനോ രാമോ കൃഷ്ണ കൃഷ്ണ കൽക്കി തിമീദശ 10 അവതാരങ്ങൾ പറഞ്ഞു. മത്സ്യക്കൂർമ്മ വരാഹച്ച നരസിംഹച്ച വാമനോ രാമോ രാമശ്വ കൃഷ്ണ കൽക്കി തിമീദശ 10 അവതാരങ്ങളാണ്. 10 അവതാരങ്ങളില് മത്സ്യം കൂർമ്മ വരാഹ നരസിംഹം വാമനൻ, മത്സ്യക്കൂർമ്മ വരാഹച്ച നരസിംഹച്ച വാമനൻ 5ാമത്തെ അവതാരം. അപ്പൊ 5ാമത്തെ അവതാരത്തിൽ അല്ല, നിങ്ങൾ 10 പറഞ്ഞല്ലോ, മഹാബലി മഹാബലി എവിടെ ചോദിച്ചത്? ആലപ്പുഴക്കാരി അനഘ. എന്റെ അനഘേ, ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ. ഭഗവാൻ ആണ്ട് 10 അവതാരങ്ങളാണ് ഈ പറഞ്ഞത്. 10 അവതാരങ്ങൾ ഈ 5ാമത്തെ അവതാരം എടുത്തത് മഹാബലിയെ ചവിട്ടി തളക്കാനല്ല, നിഗ്രഹിക്കാനായിരുന്നു. ആരൊക്കെയുണ്ട്? ഇനിയിപ്പോ സദ്യ വേണ്ടല്ലോ, വയറ് നിറഞ്ഞല്ലോ. അപ്പോ പേരെന്നൂടെ പറയണം. കീർത്തന. 2ാം സമ്മാനമാണത്. അല്ലത് മാവേലി. ആ പാട്ട് പാടും. മാവേലി നാട് പാടുന്നത്. മാവേലി നാടു ആടിടും കാലം മനുഷ്യരെല്ലാരും ഒന്നുപോലെ ആമോദത്തോടെ വസിക്കും കാലം ആപത്തെങ്ങാർക്കും ഒട്ടില്ലതാനും. സമ്മാനത്തിന്റെ കാര്യത്തിൽ കൃത്യമായി പറയുന്ന, വ്യക്തമായി പറയുന്ന, സത്യസന്ധമായി പറയുന്ന ഒരാളോട് നമുക്ക് നെറുകേട് കാണിക്കാൻ പറ്റാത്തതുകൊണ്ട് വീണ്ടും കീർത്തനയ്ക്ക് സമ്മാനം. കീർത്തന ഓണം സബ്ജക്റ്റിൽ ഡോക്ടറെ എടുത്തിട്ട് വന്നിരിക്കുകയാണ്. എന്ത് വെച്ചാലും പറയും. അപ്പൊ ഇനി നമ്മൾ പാചകത്തിലേക്ക് കിടക്കാം. ഒന്നാമത്തെ ഇന്നത്തെ ഈ ദിവസത്തെ പാചകം. നമുക്കിനി പാചക പണിമനയിലേക്ക് കിടക്കാം. പാചക രംഗത്തേക്ക് പോകണം നമ്മള്. ഹലോ അമ്മ, ഞാൻ അവനെ പിക്ക് ചെയ്യാൻ വേണ്ടി എയർപോർട്ടിലേക്ക് പോകുമായിരുന്നു. മോനെ, അവൻ ആദ്യമായിട്ടാ ഇത്ര ദൂരം. നോ സീൻ അമ്മ, ഞാനില്ല ഇവിടെ, ഒരു പ്രശ്നവുമില്ല. നീ എങ്ങനെ എത്തി? ഗൂഗിൾ മാപ്സ്. മോനെ, അവന് കുഴപ്പമൊന്നുമില്ലല്ലോ? ഇല്ല അമ്മ, പക്ഷെ അങ്ങോട്ട് അടുക്കുന്നില്ല. നോക്കാം. ജോജി, മീഡിയ സിറ്റി ഇല്ല ഇന്റർവ്യൂ. ഞാൻ ഡ്രോപ്പ് ചെയ്യാം. ഞാൻ ടാക്സി കണ്ടല്ലോ, പോയിട്ട് വരാം. ഇല്ല, ഓൺ ദ വേ ആണ്. ഇറ്റ്സ് ഓക്കെ. Congrats, Joji Kutta, your new job. How did you know this? എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്നേഹം നിറഞ്ഞ ഓണാശംസകൾ. ഓണം ഇങ്ങനെ വന്നു പോകുന്നു. പക്ഷേ ആതിര വരും, വിഷു വരും, വർഷം വരും, അതുപോലെ ഓണവും വന്നു പോകും. പക്ഷെ നമുക്കറിയാം, മലയാളിക്ക് എന്നും നെഞ്ചോട് ചേർത്ത് പിടിക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ ആഘോഷം ഏതെന്ന് ചോദിച്ചാൽ ഒറ്റ ശ്വാസത്തിൽ അല്ലെങ്കിൽ ഒറ്റ വാക്കിൽ എല്ലാവരും പറയുന്ന ഒരേ ഉത്തരം തിരുവോണം അല്ലെങ്കിൽ ഓണം അല്ലെങ്കിൽ ഓണ ദിവസങ്ങൾ എന്നാണ് പറയുന്നത്. കാരണം നമുക്കറിയാം, ലോകമെമ്പാടുള്ള മലയാളികൾ സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും ഒത്തൊരുമയുടെയും ഒത്തുചേരലിന്റെയും ഭാഗമായിട്ടാണ് ഓണത്തെ കൊണ്ടാടുന്നത്. വിളവെടുപ്പിന്റെ കാലമാണ് ഓണം. എന്തായാലും ശരി, നമ്മളിവിടെ പെൺവീട്ടിൽ നിൽക്കുമ്പോൾ ഒരു പറ്റം പെൺ സുഹൃത്തുക്കൾ എന്നോടൊപ്പം ഉണ്ട്. നല്ല സുന്ദരിമാരായ കൂട്ടുകാരോടൊപ്പം നിൽക്കുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. അപ്പോൾ അവര് വളരെ മനോഹരമായ രീതിയിൽ, വളരെ വൃത്തിയുള്ള തരത്തില്, കാരണം ഇവിടുത്തെ ഈ ഒരു ആംബിയൻസ് കാണുമ്പോൾ തന്നെ അറിയാം ഭയങ്കര ഹൈജീനിക്കായി. ഈ ഏരിയ തന്നെ മീൻസ് കുട്ടികളെ എപ്പോഴും നമുക്കറിയാം, നമ്മുടെ വീട്ടിലൊക്കെ എല്ലാവരും ടെൻഷനിലാണ്. അന്യ സ്ഥലത്ത് പോയി കുട്ടികൾ പഠിക്കുമ്പോൾ അല്ലെങ്കിൽ വീട് വിട്ട് മാറി നിൽക്കുമ്പോൾ അമ്മ ഉണ്ടാക്കുന്നതോളം ടേസ്റ്റുള്ള ഫുഡ് ആർക്കും കിട്ടില്ലല്ലോ എന്ന് പരാതിയാണ്. പക്ഷെ ഇവിടെ വന്നപ്പോൾ കുട്ടികളാണ് എന്റെ അമ്മ ഉണ്ടാക്കുന്നതിനേക്കാൾ നല്ല ഫുഡ് കിട്ടുന്നുണ്ട്. അപ്പൊ അത് കേൾക്കുമ്പോൾ നമുക്കും വലിയ സന്തോഷമുണ്ട്. കാരണം നമ്മള് ഞാനും സാധാരണ നമ്മളിപ്പോ ഈ ഓണനാളുകളിൽ മറ്റ് സ്ഥലങ്ങളിലേക്കാണ് പോകാറ്. പക്ഷെ ഇത് പെൺവീട്ടിലേക്ക് വരാനുള്ള കാരണം ഇവിടെ നമ്മളെ അട്രാക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ പൊതുജനങ്ങൾക്ക് അറിയേണ്ടതായിട്ട് കുറെ നല്ല കാര്യങ്ങളുണ്ട്. അപ്പൊ നല്ല കുറെ കൂട്ടുകാർ ഒത്തുചേരുന്ന ഒരിടം. ഇവിടുത്തെ കോഴ്സ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ മറ്റ് ആക്ച്വലി നിങ്ങളെല്ലാം വേറെ വേറെ കോഴ്സുകൾ ചെയ്യുന്നവരാണല്ലേ? ബാങ്ക് കോച്ചിങ് ഉണ്ട്, പിന്നെ അല്ലാതെ എഞ്ചിനീയറിംഗ് പഠിക്കുന്നവരുണ്ട്, പോകുന്നവരുണ്ട്. അങ്ങനെ പലതരത്തിലുള്ള കൂട്ടുകാരാണ് ഇവിടെ ഉള്ളത്. അപ്പോ ഇവിടെ 6 മാസത്തെ ട്രെയിനിങ് കഴിഞ്ഞ് പോകുന്നവർക്ക് ഭയങ്കര സങ്കടം, അവര് വിട്ടു പോകുന്നില്ലല്ലേ? ആണോ ശാരിക? ശാരിക ഇവിടെ എന്താ ശാരികയാണ് നമ്മുടെ, ഇതാണ് ശാരിക. ശാരിക പ്രത്യേകം പരിചയപ്പെടാറുണ്ട്. ശാരിക എല്ലാ കാര്യങ്ങൾക്കും മുൻപന്തിയിൽ നിൽക്കുന്ന ഒരാളാണ്.
മൾട്ടി ടാലന്റ് ആയ ഒരാളെന്നാണ് ഞാൻ കേട്ടത്. ഇവിടെ എല്ലാ കുട്ടികളും ഭയങ്കര മിടുക്കികളാണ്. എങ്കിലും നമുക്ക് ഇന്നത്തെ വിഭവം തയ്യാറാക്കുന്നത് നിങ്ങളാണ് അല്ലെ സുഷ? ഇത് ഹൈദരാബാദി സ്റ്റൈൽ വല്ല? അപ്പോ സുഷയാണോ ഇത് പാചകം ചെയ്യാൻ പോകുന്നത്? ആണോ? ശരി, അത് ഭയങ്കര അത്ഭുതമായി. ഓണത്തിന് മലയാളികൾക്ക് വേണ്ടി ഭക്ഷണം പാചകം ചെയ്യുന്നത് ഹൈദരാബാദ് കറക്റ്റ് പ്ലേസ് എവിടെയാണ്? ഹൈദരാബാദില് സെക്കൻഡറാബാദില് പത്മാറാവു നഗറില് ചിത്രഭവന റെസിഡൻസി. മൈ ഗോഡ്, എനിക്കറിയില്ല. സുഷ്മയാണ് ഞങ്ങൾക്ക് വേണ്ടി നിന്ന് ഒരു വിഭവം തയ്യാറാക്കുന്നത്. അതൊരു പ്രത്യേകത എന്ന് പറയുമ്പോൾ സുഷ്മ സെക്കന്ദരാബാദ് എന്ന് പറഞ്ഞ കുട്ടിയാണ്. ഇത്രയും മലയാളികൾക്ക് വേണ്ടി പാചകം ചെയ്യുന്നത്. അതാണ് നമ്മുടെ നാനാത്വത്തിൽ ഏകത്വം എന്നൊക്കെ പറയുന്നത്. ഇതാണ്. അപ്പോ സുഷ്മയാണ് എന്താ വിഭവം ചെയ്യാൻ പോകുന്നത്? നമുക്ക് പനീർ പായസം. ഓക്കെ, അതിന്റെ ഇൻഗ്രീഡിയൻസ് പരിചയപ്പെടുന്നത് അശ്വതി പറഞ്ഞോളൂ. ആദ്യം നമുക്ക് വേണ്ടത് ഫ്രഷ് പനീർ. ഇവിടെ ഞങ്ങൾ ഇപ്പൊ എടുത്തേക്കുന്നത് 500 ഗ്രാം പനീർ ഗ്രേറ്റ് ചെയ്തിട്ട് എടുത്തേക്കാണ്. അപ്പൊ ഗ്രേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം, വലിയ വലിയ പീസസ് ആയിട്ട് കിടക്കാതെ ചെറിയ ചെറിയ പീസസ് ആയിട്ട് വേണം. അല്ലെങ്കിൽ നമ്മൾ എടുക്കുമ്പോഴത്തേക്കും നന്നായിട്ട് വേവുണ്ടാവില്ല. അപ്പൊ നമ്മളിവിടെ 500 ഗ്രാം പനീർ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അതിനടുത്തായിട്ട് നമ്മൾ ഒരു 2.5 കപ്പ് പാല് ഒഴിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ അവിടെ ഇരിക്കുന്നത് സാഫ്രൺ ത്രെഡ്സ്, കുങ്കുമപ്പൂവ്. കുങ്കുമപ്പൂവ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, നമുക്ക് ലാസ്റ്റ് ഒരു അലങ്കാരപ്പണിക്ക് വേണ്ടിയിട്ട് വെച്ചേക്കുന്നതാണ്. പിന്നെ നമുക്ക് വേണ്ടത് റോസ് എസൻസ്. റോസ് എസൻസ് നമുക്ക് 2-3 ഡ്രോപ്സ് മതി, അധികം ഒന്നും വേണ്ട. പിന്നെ നമ്മൾക്ക് നെയ്യുണ്ട്, അത് ആവശ്യത്തിന് എടുത്താൽ മതി. പിന്നെ ഒരു കുറച്ച് ഉപ്പ് വേണം. പിന്നെ നമ്മൾ വെച്ചിരിക്കുന്നത് കണ്ടൻസ്ഡ് മിൽക്കാണ്. അത് നമുക്ക് ഒരു 8 ടേബിൾ സ്പൂൺ മതിയാകും. പിന്നെ നമ്മൾക്ക് വേണ്ടത് കോൺഫ്ലോർ. അതും നമ്മളിപ്പോ ഒരു 10 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. അത് വെള്ളത്തിൽ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നു. പിന്നെ നമുക്ക് വേണ്ടത് മുന്തിരി, കശുവണ്ടി, പിന്നെ ഏലക്ക പൊടിച്ചത്. ഏലക്ക ഇപ്പോ നമ്മൾ ഇത്രയും 500 ഗ്രാമിന് എടുത്തിരിക്കുന്നത് ഒരു 10 സീഡ്സ് എടുത്താൽ മതിയാകും. പിന്നെ ഷുഗർ നോർമലി ഒരു 20 ടീസ്പൂൺ വേണം. പക്ഷേ ഇവിടെ നമുക്ക് നമ്മുടെ മധുരം ആവശ്യത്തിന് ആഡ് ചെയ്യാവുന്നതാണ്. ആദ്യം നമുക്ക് ഈ കശുവണ്ടിയും കിസ്മസും കൂടെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മൾ ആദ്യം നെയ്യ് ഒഴിച്ചു. അധികം നെയ്യൊന്നും വേണ്ട. അത് ഗ്രേറ്റ് ചെയ്തെടുക്കാനുള്ള നെയ്യ് മതിയാവും. ഒരു പറ്റം മലയാളി മംഗമാർ, ഒപ്പം ഒരു സെക്കന്ദരാബാദ് ഒരു മംഗം വന്നിട്ടുണ്ട്. അവരെല്ലാം കൂടെ ചേർന്നിട്ടാണ് ഇന്നത്തെ നമ്മുടെ പനീർ കൊണ്ടുണ്ടാക്കുന്ന പായസം ചെയ്യാൻ പോകുന്നത്. നെയ്യ് ഏകദേശം ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ നട്ട്സ് എല്ലാം ഇതിലേക്ക് ഇടാം. ഓക്കെ, നെയ്യ് ചൂടായി വന്നപ്പോഴേക്കും നമ്മൾ കശുവണ്ടി അല്ലെങ്കിൽ അണ്ടിപ്പരിപ്പ്, കാഷ്യൂനട്ട് അതിലേക്ക് ഇട്ടു. ഒന്ന് ഫ്രൈ എടുക്കുന്നു. ഇപ്പൊ നമ്മുടെ നട്ട്സ് ഏതാണ്ട് ബ്രൗൺ കളർ ആയിട്ടുണ്ട്. നമുക്ക് ഇനി ഇത് കോരി മാറ്റിയിട്ട് കിസ്മിസ് ഇടാം. ആദ്യം നമ്മൾ ഫസ്റ്റ് പ്രോസസ്സിംഗ് തുടങ്ങി. ആദ്യം നമ്മൾ നെയ്യ് ഒഴിച്ചിട്ട് നെയ്യ് ചൂടായി വരുമ്പോഴേക്കും അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ കാഷ്യൂനട്ട് ഇട്ട് അതൊരു ബ്രൗൺ കളർ ആകുന്നവരെ നമ്മളിങ്ങനെ അങ്ങനെ സോട്ട് ചെയ്യുക. വീട്ടമ്മമാർക്കും ചേച്ചിമാർക്കും നമ്മുടെ പ്രിയപ്പെട്ട കൂട്ടുകാർക്കൊക്കെ അറിയാമെങ്കിലും നമ്മൾ പനീറിന്റെ ഒരു വിഭവം ചെയ്യുമ്പോൾ അത് നമ്മൾ കണ്ടുപഠിച്ചോളൂ. നമ്മുടെ കുട്ടികളല്ലേ ചെയ്യുന്നത്. കിസ്മിസ് നമ്മളിപ്പോ നെയ്യിലിട്ട് വറുത്തെടുത്തോണ്ടിരിക്കുകയാണ്. സാധാരണ പായസത്തിന് നമ്മൾ ഇത് അവസാനമല്ലേ ചെയ്യാറുള്ളത് അല്ലേ? ഇത് വേണമെങ്കിൽ ആദ്യം വറുത്ത് മാറ്റി ചെയ്യാം. അപ്പോൾ ഒന്നാം ഘട്ടം എന്ന നിലയിൽ നമ്മൾ കിസ്മിസും കാഷ്യൂനട്ടൂടെ നെയ്യിൽ വറുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി അടുത്തത് നമുക്ക് പാല് തിളപ്പിക്കാം. ഇത് തേങ്ങാപ്പാലാണോ പശുപാലാണോ? ഇത് പശുവും പാലാണ്. ഏലക്ക നമ്മൾ പൊടിച്ചു വെച്ചിട്ടുണ്ട് ഇവിടെ. അത് നമുക്ക് ആവശ്യത്തിനിടാം. ഏലക്ക പൊടി കൂടി അതിലേക്ക് ചേർക്കുന്നു. അപ്പൊ നമ്മൾ പറഞ്ഞല്ലോ, നേരത്തെ പറഞ്ഞതിന്റെ കൂടെ പാല് ചൂടായി അതിലേക്ക് നമ്മൾ കോൺഫ്ലവർ ലായനി കൂടെ ചേർത്തു. ഇനി കണ്ടൻസ്ഡ് മിൽക്ക് ഉണ്ട്. അത് നമുക്ക് ഒഴിക്കാം. കൈ വരയ്ക്കുന്നുണ്ടോ? ഇനി നമ്മൾക്ക് പഞ്ചസാര ഇടാനുണ്ട്. പഞ്ചസാര നമുക്ക് കിട്ടും. പഞ്ചസാര ആവശ്യത്തിന് മതി. അധികം പഞ്ചസാര നിൽക്കുകയാണ് ഇവിടെ. ആവശ്യത്തിന് മതി പഞ്ചസാര. ഇനി ഒരു തുള്ളി ഉപ്പും കൂടെ നമുക്ക് ഇടാം. പായസത്തിൽ ഉപ്പിടും അല്ലേ? ഇനി നമുക്ക് നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരുന്ന പനീർ ഇടാം. നമ്മുടെ കഥാനായകൻ അല്ലെങ്കിൽ കഥാനായിക രംഗപ്രവേശനം ചെയ്തു കഴിഞ്ഞു. ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന പനീർ. ഇത് പനീർ ഇട്ട് കഴിഞ്ഞാൽ അധികം നേരം തിളപ്പിച്ച് വെക്കണ്ട. ആ പനീർ പിന്നെ അധികം വെന്തു പോകും. അപ്പൊ പനീർ ഇട്ട് കഴിഞ്ഞ് ഒരു 2 മിനിറ്റ് നേരത്തേക്ക് ഇത് തിളപ്പിച്ചാൽ മതിയാവും. ഇനി നമുക്ക്
2-3 ഡ്രോപ്സ് റോസ് എസൻസ് ഒഴിക്കാം. ഇനി നമ്മൾ ആദ്യം വറുത്ത് വെച്ചിരുന്ന കശുവണ്ടിയും കിസ്മിസും ഇതിലേക്ക് ആഡ് ചെയ്യാം. വറുത്ത് വെച്ചിരിക്കുന്ന കശുവണ്ടിയും കിസ്മിസും കൂടി അതിനകത്തേക്ക് ചേർക്കുന്നു. ഇപ്പൊ ഒരു സോളോ പാട്ട് പാടുന്ന ആരുണ്ട്? പൊന്നോണമായി നീ വരൂ പൊന്നോണത്തുമ്പി ഈ പൂവിളിയിൽ മോഹം പൊന്നാഞ്ഞിട്ടുന്നു നീ വരൂ പൂവിളി പൊന്നോണമായി നീ വരൂ പൊന്നോണത്തുമ്പി. നമ്മുടെ പായസം ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇപ്പൊ ഇനി നമുക്ക് നമ്മൾ മാറ്റി വെച്ചിരുന്ന കുങ്കുമപ്പൂവ് ഇതിന്റെ അകത്തോട്ട് ആഡ് ചെയ്യാം. ഒരു സീരിയലിന്റെ പേരല്ലേ? അപ്പൊ നമ്മള് ഓണം വിഭവങ്ങൾ, അതായത് കഴിഞ്ഞ കുറെ ദിവസങ്ങളായി നമ്മൾ ഓണം ആഘോഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പൊ ഓണം കഴിഞ്ഞാലും നമ്മൾ ഈ പറഞ്ഞ ആൾക്ക് 28 ഓണം വരെ ആഘോഷിച്ചിരുന്നു മലയാളി. ഇപ്പോൾ നമ്മൾ ഈ പറഞ്ഞ പോലെ എല്ലാം ഇൻസ്റ്റന്റ് ആയി, പെട്ടെന്ന് ഇപ്പോൾ വീടുകളിൽ പോലും ആൾക്കാർ പാചകം ചെയ്യാതെ ഹോട്ടലിൽ നിന്ന് വരുത്തുന്ന ഒരു സംസ്കാരത്തിലേക്ക് നമ്മൾ മാറപ്പെട്ടു. അത് തീർച്ചയായും മറ്റേതിനാകുമ്പോൾ ഒരു എന്താ പറയുക, നമ്മളെല്ലാവരും വീട്ടിലെ എല്ലാവരും മക്കളും മരുമക്കളും അച്ഛനും അമ്മയും മുത്തശ്ശിയും ഒക്കെ എല്ലാവരും ഒക്കെ ചേർന്ന്, അല്ലെങ്കിൽ ഉള്ള ബന്ധുക്കൾ എല്ലാം കൂടെ ചേർന്നിരുന്നിട്ടാണ് നമ്മൾ ഓരോ വിഭവങ്ങൾ തയ്യാറാക്കുന്നത്. അതിൻ്റെ ഒരു ആലസ്യവും അതിൻ്റെ ഒരു ഉത്സാഹവും ഒക്കെ ചേർന്നിട്ടാണ് നമ്മൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു രുചി, അതിൻ്റെ ഒരു നന്മ, അതിൻ്റെ ഒരു സ്നേഹം, അതിൻ്റെ ഒരു പങ്കുവയ്ക്കലൊക്കെ നമുക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട് ഇപ്പോൾ. പക്ഷെ ആ സമയത്ത് നമുക്ക് പെൺവീട്ടിൽ വന്നപ്പോൾ നമ്മുടെ ഒരു വട്ടം നല്ല മിടുക്കുകളായ കൂട്ടുകാർ ഇവിടെ നിന്ന് ഒരു പായസം തയ്യാറാക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ ഈ പായസം നമ്മൾ എവിടെ ചേർക്കുന്നറിയാമോ? നമ്മളിപ്പോൾ സദ്യ ഉണ്ടാൻ പോവുകയാണ്. ആ സദ്യയിലായിരിക്കും നമ്മൾ ഈ പായസം ഒഴിച്ച് കുടിക്കാൻ പോകുന്നത്. അതിന് മുമ്പായിട്ട് ഞാൻ എന്തായാലും ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. പലതരം പായസം കുടിച്ചിട്ടുണ്ട്. ഞാൻ പനീർ പായസം ഇതുവരെ കുടിച്ചിട്ടില്ല. അടിപൊളി, സൂപ്പർ. അപ്പൊ ഞാനിപ്പോ നിൽക്കുന്നത് കൊല്ലത്തെ പെൺവീട്ടിലാണ്. എന്താ പറയുന്നത്, ഇതൊരു ഹോസ്റ്റലാണോ അല്ലെങ്കിൽ ഒരു കോളേജാണോ അല്ലെങ്കിൽ എന്താ പറയുന്നത് ഒരു കൂട്ടായ്മയാണോ എന്ന് ചോദിച്ചാൽ നമുക്കറിയില്ല. അത്രയും ഭയങ്കര രസകരമായിട്ടുള്ള ഒരേ ഹാർമണിയുള്ള നല്ല കൂട്ടുകാരികൾ ചേർന്ന് നിൽക്കുന്ന ഒരിടം. അപ്പൊ നമ്മൾ എന്തുകൊണ്ടാണ് ഒരു ഹോസ്റ്റലിലേക്ക് പോകുന്നത് ചോദിച്ചാൽ, സ്നേഹമുള്ളിടത്താണ് നമ്മൾ പോകേണ്ടത് ഓണത്തിന്, സൗഹാർദ്ദമുള്ളിടത്താണ് നമ്മൾ പോകേണ്ട ഓണത്തിന്, ഒത്തൊരുമയുള്ളിടത്താണ് നമ്മൾ പോകേണ്ട ഓണത്തിന്, ഒത്തുചേരുന്നിടത്താണ് നമ്മൾ പോകേണ്ട ഓണത്തിന്, നന്മയുള്ളിടത്തേക്കാണ് നമ്മൾ വരേണ്ട ഓണത്തിന്. ഒരുപറ്റം നല്ല മനസ്സിൽ എന്താ പറയുന്നത്, നല്ല കൂട്ടുകാർ ഒത്തുചേരുന്ന നല്ല മനസ്സുള്ളിടത്തേക്കാണ് ഇത്തവണ ഓണം ആഘോഷിക്കാനായിട്ട് ഇരുമ്പുളി എത്തിയത്. ഇനിയിപ്പോ സദ്യ കഴിച്ച് വയറ് വീർക്ക് കഴിച്ചിട്ട് ഇവിടെ നിന്ന് അങ്ങോട്ട് യാത്ര ആവണം. മനുഷ്യരെല്ലാരും ഒന്നുപോലെ ആമോദത്തോടെ വസിക്കും കാലം, ആപത്തങ്ങാർക്ക് മുട്ടില്ലതാനും. ഇലയിട്ടു വിളമ്പുന്ന രുചികളിൽ വിടരുന്നു നിറവയറൂണിന്റെ സന്തോഷം. ഇനി നമ്മൾ പപ്പടം ചേർത്ത് ആ പരിപ്പ് ഞാൻ വെട്ടി കഴിക്കുന്ന ഇങ്ങനെയാണ് കഴിക്കേണ്ടത്. മലയാളി എന്നും ഏറെ പ്രിയത്തോടെ പ്രതീക്ഷിച്ചിരിക്കുന്ന ഓണത്തിന്റെ രസങ്ങൾ ഇതൊക്കെയാണ്. ഇങ്ങനെയുള്ള രസക്കൂട്ടുകൾ ചേർന്ന ഓണത്തെ എങ്ങനെ മാറ്റി നിർത്താനാവും മലയാളിക്ക്? ഒരു പറ്റം സ്ത്രീരത്നങ്ങളോടൊപ്പം എരിവും പുളിയും ഓണം ആഘോഷിക്കുകയാണ് ഇവിടെ ഈ പെൺവീട്ടിൽ. അടുത്ത ദിവസം വീണ്ടും കാണാം. അതുവരേക്കും ടാറ്റ. എല്ലാവരും ടാറ്റ പറയും.